ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഫ്ലോറിഡ ജാക്സൺവില്ലി സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ മുന്നിലാണ്. പരിമല കൊച്ചുതിരുമേനിയുടെ നാമധേയത്തിലുള്ള സൗത്ത് ഫ്ലോറിഡയിലെ ഒരു പള്ളിയാണ്. ഇവിടുത്തെ പള്ളി വളരെ കുറച്ച് കാലമായതേ ഉള്ളൂ, കുറച്ച് വർഷങ്ങളായതേ ഉള്ളൂ ഇത് സ്ഥാപിതമായിട്ട്. ഈ പള്ളിയുടെ വിശേഷണങ്ങൾ, ഈ പള്ളിയുടെ ചരിത്രങ്ങൾ, ഈ പള്ളിയിലെ ഇടവക്കാരുടെ വിശേഷങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇവിടുത്തെ വികാരി അച്ഛനോടും അതോടൊപ്പം തന്നെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടുമൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ പള്ളിയിലെ വികാരിയാണ് ബെന്നി കുരുവിള. എൻ്റെ പേരും ബെന്നി എന്നാണ്. അച്ഛനോട് വന്നിട്ട് എത്ര നാളായി? ഞാൻ 2024 ഒക്ടോബർ മാസമാണ്, ഏകദേശം ഒരു വർഷം കഴിയുന്നു. ഈ പള്ളി സ്ഥാപിച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 2005 മറ്റാണ്. 20ാമത്തെ വർഷമാണ്. 20ാമത്തെ വർഷത്തിലാണ് അച്ഛൻ വന്നത്. അച്ഛന് മുൻപാരായിരുന്നു? ജേക്കബ് മാത്യു അച്ഛനും സിറിൽ ദേവി അച്ഛനും. ബഹുമാനപ്പെട്ട മാത്യു കോശി അച്ഛനാണ് ഇതിന്റെ ആരംഭത്തിൽ വികാരി. ബിജു അച്ഛൻ. 2005 ആദ്യം ഒരു ചെറിയ പ്രാർത്ഥനയായിട്ട് തുടങ്ങി. അതിന്റെ ചരിത്രങ്ങൾ നമുക്ക് അതിന്റെ തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവര് അതിനെ കുറിച്ച് പറയും. അപ്പൊ അച്ഛനോട് വന്നിട്ട് എങ്ങനെയുണ്ട് പള്ളി? മുൻപ് വരുന്ന പള്ളികളെക്കാളും ഒക്കെ എങ്ങനെയാണ്? അതിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നൊരു കൊച്ചുപള്ളിയാണിത് അല്ലേ? വലിയ പള്ളി ഇരുന്നിട്ട് കൊച്ചുപള്ളിയിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വല്ല അച്ഛന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ 200 പേരുള്ള ഒരു പള്ളി, കാനഡയിലെ ആദ്യത്തെ പള്ളിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. കമ്പാരിറ്റീവ്ലി അതിൻ്റെ 10-1 പോലും സ്ട്രെങ്ത് ഉള്ളൊരു പള്ളിയല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മസന്തോഷം, ഒരു ആത്മനിർവൃതി എന്ന് പറയുന്ന ഒരു അനുഭവം ഈ പള്ളി പ്രവർത്തിക്കുന്നുണ്ട്, ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ പള്ളി ആരംഭിച്ചത് ഏകദേശം 6-7 പേര് മാത്രമുള്ളപ്പോഴാണ്. ആ പള്ളി ഇപ്പോഴ് 1 ഏക്കറോളം സ്ഥലമുണ്ട്, ഒരു പാഴ്സനേജ് ഉണ്ട്, പള്ളിയുണ്ട്. എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നു. ഞാൻ വലിയ പള്ളിയിൽ പ്രാർത്ഥന നടത്തുമ്പോൾ അത്രയും അതുപോലെ തന്നെ സ്ട്രെങ്ത് ഇവിടെ ഫാസ്റ്റിംഗ് പ്രെയർ നടത്തിയാലും, അതുപോലെ തന്നെ കോട്ടേജ് ഫാമിലി പ്രെയർ നടത്തിയാലും, MMBSന്റെ മീറ്റിംഗ് നടത്തിയാൽ അത്രയും സ്ട്രെങ്ത് ഉണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളെ ബേക്ക് സെയിൽ നടത്തി, സെൻറ്റ് ജോസ് പറഞ്ഞ് 12 പിള്ളേരേ ഉള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങളെ ബേക്ക് സെയിൽ നടത്തുമ്പോൾ $800+ കൂടുതൽ. അതാ ഇവിടുത്തെ അതാ പിരിച്ചു എന്നുള്ളതിനെക്കാട്ടിലും ഇത് അവരുടെ ഹൃദയമാണ്, അവരുടെ മനസ്സാണ്, അവരുടെ ആത്മാർത്ഥമായിരിക്കുന്ന സഹകരണം, ഈ പള്ളിയോടുള്ള മനോഭാവമാണ് ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ കാണുന്നത്. അതുകൊണ്ട് 100% ആത്മാർത്ഥതയും സത്യസന്ധതയും സ്നേഹവും ആ ഒരു ഫെലോഷിപ്പിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈ ദേവാലയം ഇവിടെ പ്രവർത്തിക്കുന്നത്. എനിക്ക് എന്തുകൊണ്ട് ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒന്നാണ്. ചെറിയ പള്ളിയാണെങ്കിലും വലിയ പള്ളിയാണെങ്കിലും നമുക്ക് ആ നിറഞ്ഞ മനസ്സ്, കടുകുമണിയോടുള്ള ഒരു വിശ്വാസത്തെക്കുറിച്ച് അർത്ഥമുണ്ട്. അതിനകത്ത് നിറവാണ് എന്നെക്കുറിച്ച് പറയുന്നത്. ആ ഒരു നിറവ് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് ഒക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് ഈ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നത്. ആളുകളും അതേപോലെ തന്നെ സ്നേഹത്തോടെ തന്നെ എല്ലാ കാര്യത്തിലും ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു.